ബീഫ് ഉലർത്തിന് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് പ്രഷർ കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. നമ്മൾ വേറെ മസാലയൊന്നും ഇടുന്നില്ല, ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ ഒരൽപ്പം കുരുമുളക് പൊടി വേണ്ടിയവർക്ക് ഇടാം. ഇപ്പം ഞാനൊന്നും ഇടുന്നില്ല, മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് പെരിഞ്ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് 2 തണ്ട് കറിവേപ്പില, ഒപ്പം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റാം. അത് വെള്ളം വലിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പൊടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിയൊക്കെ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരൽപ്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒപ്പം കുരുമുളക് പൊടി. ഉപ്പ് ബീഫിന് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഗ്രേവിക്കുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും ഒരു കുറച്ച് സവോള അരിഞ്ഞതും കൂടെ നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. ഒപ്പം കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.